ഡിസൈനിൽ പിഴവുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഈ പണി നിർത്തിവെക്കുക. ഇപ്പോഴത്തെ ഈ ദുരന്തങ്ങൾ പരിഹരിക്കാനുള്ള പണികൾ മാത്രം ചെയ്തുകൊണ്ട് ദേശീയപാതയുടെ പണികൾ മൊത്തത്തിൽ നിർത്തിവെക്കുക. അതിനുശേഷം ഈ ദുരന്തത്തിനിരയായവർക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പം വീട്ടിൽ താമസിക്കാൻ മേലാത്തവന് പുനരധിവാസം വേണം. ഇതാണ് ഈ കമ്പനികൾ ചെയ്യുന്നത്. അവർ ഈ കരാറെടുത്തു, അതിൻ്റെ പേരിൽ ബാങ്ക് ലോൺ എടുത്തു, പണി ചെയ്യുന്നില്ല, ടെൻഡർ ടെർമിനേറ്റ് ചെയ്തു, ഇവർ പോയി പണം തിരിച്ചടയ്ക്കുന്നില്ല. ഈ കമ്പനികളെല്ലാം ഇത് ചെയ്തിട്ടുണ്ടാവും. ഇത് മുഴുവൻ ആത്യന്തികമായിട്ട് ബാങ്കുകളുടെ കിട്ടാക്കടം NBI ആയിട്ട് വരും. DPR ഉണ്ടാക്കുക, ആ വർക്ക് ചെയ്യുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക. ഇത് മുഴുവൻ ചെയ്യുന്ന സ്വകാര്യ കൺസൾട്ടൻസികൾ. ഇപ്പം ദേശീയപാത ഇടിഞ്ഞു വീഴുമ്പോൾ ഈ കോടതിയിൽ നിന്ന് ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനത്തെ പെറ്റീഷൻസ് വന്ന സമയത്ത് ഈ കോടതികൾ എന്ത് ചെയ്യായിരുന്നു? അതുകൊണ്ട് കോടതിക്കും ഉത്തരവാദിത്വമുണ്ട്. ദേശീയപാതയിൽ തൊടാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. ആക്സസ് കൺട്രോൾഡ് ആണ്. സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ല ഇത്.